ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ ഔദ്യോഗിക വസതിയാണ് ഈ കാണുന്നത്. ജൻസേവ സദൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. രാജ്കോട്ട് സ്വദേശിയായിട്ടുള്ള രാജേഷ് സക്രിയയാണ് മുഖ്യമന്ത്രിയെ ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ ഇവിടെ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ ബുധനാഴ്ചയും മുഖ്യമന്ത്രിയുടെ ഈ ഔദ്യോഗിക വസതിയിൽ ജനസമ്പർക്ക പരിപാടി നടക്കാറുണ്ട്. ഡൽഹിയിലെ ജനങ്ങളുടെ പരാതികൾ കേട്ട് അത് പരിഹരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഇവിടെ രാവിലെ മുതൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിൽ നിരവധി ആളുകൾ വരികയും മുഖ്യമന്ത്രിക്ക് നിവേദനം ഉൾപ്പെടെ നൽകുകയും ചെയ്യും. അതിനിടയിലാണ് രാജ്കോട്ട് സ്വദേശിയായ രാജേഷ് സക്രിയ ഇത്തരത്തിലൊരു നിവേദനം നൽകാൻ എന്ന പേരിൽ ഈ ഔദ്യോഗിക വസതിയിൽ കടക്കുകയും മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തത്. മുഖ്യമന്ത്രി കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പേപ്പറുകൾ മുഖ്യമന്ത്രിക്ക് നേരെ നീട്ടുകയായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് രാജേഷ് സക്രിയ വലിച്ചുവെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഭാരമേറിയ ഒരു വസ്തു മുഖ്യമന്ത്രിക്ക് നേരെ എറിഞ്ഞു എന്ന് കൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. രാജേഷ് സക്രിയയെ ആ സമയത്ത് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. രാജേഷ് സക്രിയയെ പോലീസ് ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്തു വരികയാണ്. മുഖ്യമന്ത്രിയെ ഇതിനകത്ത് തന്നെയുള്ള ഒരു ആശുപത്രിയിൽ ഡോക്ടർമാരെത്തി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പരിക്കുകളൊന്നും മുഖ്യമന്ത്രിക്കില്ല. എന്നാൽ ഗൗരവമായിട്ടുള്ളൊരു വിഷയം ഇവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയാണ്. ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഡൽഹി BJP അധ്യക്ഷൻ തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇനിയിപ്പോൾ നൽകേണ്ടി വരും. പ്രതിപക്ഷം ഉൾപ്പെടെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിക്ക് പോലും ഔദ്യോഗിക വസതിക്കകത്ത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉള്ളപ്പോൾ തന്നെ ഇത്തരമൊരു സംഭവം മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഡൽഹി പോലീസ് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകണമെന്ന് കൂടി ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ മന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ രേഖ ഗുപ്തയെ സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തി മടങ്ങുകയാണ്. ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ രേഖ ഗുപ്തയുടെ ഈ ഔദ്യോഗിക വസതിക്കുള്ളിൽ ഇപ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന മന്ത്രിമാരെ ഉൾപ്പെടെ മുഖ്യമന്ത്രി കാണുകയും എന്താണ് നടന്നത് എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുറത്തിപ്പോൾ വലിയ സുരക്ഷ പോലീസ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഈ രാജേഷ് സക്രിയയുടെ ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിൽ എന്താണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത്, രാജേഷ് സക്രിയ അത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. രാജേഷ് സക്രിയ ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമുള്ള ആളാണോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതികരിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതിയെ ഇപ്പോഴും പോലീസ് സിവിൽ ലൈനിലെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകാമെന്ന് കൂടി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദിനോടൊപ്പം മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.